ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. ഓട്ടട ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓട്ടട, ഇടിയപ്പം, അതുപോലെ തന്നെ നമ്മുടെ ദോശ, അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ചപ്പാത്തി അധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി അധികം ഉണ്ടാക്കാറില്ല. മിക്കവാറും ഇങ്ങനത്തെ കടികൾ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കണ ഓട്ടടയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഞാനൊക്കെ അങ്ങനെ ചായയൊക്കെ കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ താഴത്ത് പാടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ താഴത്തേക്ക് പോകുന്നത് താഴത്തൊരു തെങ്ങും തോട്ടം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് നമ്മൾ തെങ്ങിന്റെ മട്ടലില്ലേ അത് എടുക്കാൻ വേണ്ടിട്ട്, ഓല എടുക്കാൻ വേണ്ടിട്ട്, അതിന്റെ ഓല എടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. തീ കത്തിക്കാൻ വേണ്ടിട്ട് ഓല വെട്ടാൻ വേണ്ടിട്ട് പോവാണേ. ഇതാ ഈ പാടത്തു കൂടെ ഉണ്ട് നമ്മൾ പോണത്. നല്ലൊരു വയ്യാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ. പിന്നെ അതുപോലെ തന്നെ ഇതാക്കണ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാക്കണ ഇവിടെ ഞങ്ങള് എത്തി. ഇവിടെ ശരിക്കും വാഴത്തോട്ടം അതുപോലെ തന്നെ തെങ്ങും തോട്ടമൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാക്കണ കുറെ ഓലകൾ ഞങ്ങൾ പൊറുക്കി ഇതേപോലെ ഒരു ഭാഗത്ത് ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വെട്ടിയെടുക്കട്ടെ. ഓലക്കൂടി ഇങ്ങനെ വെട്ടിയെടുക്കാണ് കേട്ടോ. അമ്മ അവിടെ വെട്ടുന്നുണ്ട്, വെട്ടിയെടുക്കുന്നുണ്ട്. ഇങ്കുഞ്ഞോട് വീഡിയോ എടുത്തരാന്ന് പറഞ്ഞാൽ നിൽക്കാണ് കേട്ടോ. അപ്പൊ വീഡിയോ എടുത്തരാൻ വേണ്ടിട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്കു ഇവിടെ പോയിട്ട് ഒരു പൂവ് പറിക്കാൻ പറയാനുണ്ട്. പൂവ് പറിച്ചങ്ങാണ്ട് ഒന്നിങ്ങനെ നിൽക്കുക, ഞാൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞാണ്ട് ഓന്റെ കയ്യിലാണ് ഫോൺ. അപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തരാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണ് ഓലക്കൊടിയൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ ഒരു ഇതാക്കിങ്ങാണ്ട് കെട്ടിങ്ങാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിങ്ങാണ്ട് കെട്ടുകയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണത് പോലെ നമ്മൾ ഒന്നിച്ച് വെച്ചുകാണ്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ഇവിടുത്തെ അമ്മയാണ് കേട്ടോ. അമ്മയാണ് നമുക്ക് ഓലയൊക്കെ വെട്ടിത്തരുന്നത്. അമ്മ ഓലയൊക്കെ നമുക്ക് എടുത്തു തന്നു. പിന്നെ ഇതാക്കണം അമ്മക്കൊരു ചക്കയും തന്നിട്ടുണ്ട് കേട്ടോ. പോകാനായപ്പോ ഇതാക്കണം ഒരു ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറെ ഓലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാക്കണം ചക്ക ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ചക്ക കൊണ്ടുപോകാൻ വേണ്ടി സ്കൂട്ടി എടുക്കാന്ന് പറഞ്ഞാണ്ട് വീട്ടിൽ പോയിങ്ങാണ്ട് സ്കൂട്ടി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണം ചക്കയും കൊണ്ട് ഞങ്ങൾ ഇതാക്കണം സ്കൂട്ടിമ്മ പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോവുകയാണേ. പിന്നെ അമ്മ ഇതാക്കണ് ഈ ഓലക്കൊടിയും കൊണ്ടുകാണ്ട് ഉമ്മ മുന്നിൽ പോയിക്കൊണ്ടെന്ന് പറഞ്ഞാണ്ട് ഉമ്മ അങ്ങനെ പോവാണ് കേട്ടോ. സ്കൂട്ടിമ്മ വെക്കാൻ അത് ഗതികേടായിരിക്കും പറഞ്ഞാണ്ട് ഉമ്മ ഞാൻ കൊണ്ടുപോയിക്കോളും പറഞ്ഞാണ്ട് ഉമ്മ മുന്നിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇതാക്കണ ഓലക്കൊടിയും അതേപോലെ തന്നെ ചക്കയൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇതാക്കണ ഞാൻ വന്ന പാട് വേഗം ചോറ് വെക്കാൻ വേണ്ടിങ്ങാണ്ട് വെള്ളം തീമിട്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കറിലാണെന്ന് വെക്കുന്നത്. കുറച്ച് നേരം വൈകി. അപ്പൊ ഞങ്ങൾ വേഗം റൈസ് കുക്കറിൽ വെക്കാണ് കേട്ടോ. ചക്കക്കൂട്ടാന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ ചക്ക വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാക്കണ ചക്ക വെട്ടിങ്ങാണ്ട് ഉമ്മ ചെറിയ ഇതാക്കിങ്ങാണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതാക്കണ ഉമ്മ ചക്കന്റെ പണികളൊക്കെ ഇതാക്കണ ഉമ്മ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേഗം നമുക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പണിയിലാണ്. അപ്പോഴേക്കും ഞാൻ എന്താക്കണ അടിച്ചു വാരി തുടച്ച് ഇടാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ എന്താക്കണ അടിച്ചു വാരൽ കഴിഞ്ഞങ്ങാണ്ട് തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഉമ്മ അവിടെ ചക്ക വെക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ തുടച്ചിടട്ടെ കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് ചക്കക്കൂട്ടാൻ വെക്കുന്നത് നമ്മളെ തേങ്ങയും മുളകും ജീരകമൊക്കെ ചതച്ചിട്ട് കണ്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് സാധാമാതിരി തേങ്ങ ഇടാതെ അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. തേങ്ങ ഇടാതെ വെക്കണതാണ് ഉമ്മാക്ക് ഇഷ്ടം. പക്ഷെ ഇന്നിപ്പോ നമ്മള് ആദ്യമായിട്ടല്ല ചക്ക കിട്ടുന്നത്. ഈ വർഷം ചക്ക കിട്ടിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ആ തേങ്ങ ഇട്ടുകാണ്ട് നല്ല രീതിയിൽ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഉമ്മ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതാക്കണ് തുടച്ച് ഇടട്ടെ. നമ്മളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എത്ര തുടച്ചെടുത്തിട്ടും കാര്യമല്ല കേട്ടോ. തോത്തി തുടച്ച് വൃത്തിയാക്കിയിട്ടാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കുട്ടികൾ രണ്ടുപേരും ചേർന്നുകാണ്ട് ഫുള്ള് വൃത്തികേടാക്കിയിട്ടുണ്ടാവും കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ അത് ഫുള്ള് നിലത്ത് കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ അങ്ങനെ തുടച്ചൊക്കെ വന്നപ്പോഴേക്കും ഇതാക്കണം ഉമ്മ ഇവിടെ ചക്ക അടുപ്പത്ത് വെച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇപ്പോൾ തേങ്ങയൊക്കെ ചതച്ച് വെച്ചതൊക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചക്കയുണ്ടോ. ഞാനിപ്പോൾ ഒരു കഷ്ണം കഴിച്ചു നോക്കിയിട്ട് നല്ല പൊടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ചക്ക കഴിച്ചവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നത്. ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ചക്ക ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. മാങ്ങ എല്ലാ സ്ഥലത്തൊന്നും കിട്ടാറുണ്ട് കേട്ടോ, ചക്ക കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതാ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചക്കക്ക് വെട്ടിയപ്പോൾ കുട്ടികൾ കണ്ടപ്പോൾ ചക്കപ്പൊരി ഉണ്ടാക്കി തരുമോ, ചക്കപ്പൊരി ഉണ്ടാക്കി തരുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്നാ അതും കൂടി നമ്മൾ പൊരിച്ചെടുക്കുകയാണേ.
അപ്പോൾ അടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ചക്കയും കൂടി പൊരിച്ചെടുത്താൽ നമ്മളെ പണികൾ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പ് കഴിഞ്ഞപ്പോൾ വേഗം ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചക്കയും കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പൊരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാക്കണം ഞങ്ങൾ എങ്ങനെ പൊരിക്കലെന്ന് ചോദിച്ചാൽ നമ്മളിത് എന്താ ഇതിലേക്ക് ഉപ്പിട്ടുങ്ങാണ്ട് കുഴച്ച് അങ്ങനെ വെക്കാറില്ല കേട്ടോ. അതുപോലെ നമ്മൾ ചട്ടി ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ, അതായത് നമ്മൾ പൊരിച്ച് കോരി എടുക്കുന്നതിൻ്റെ മുന്നേ പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഉപ്പുവെള്ളം കുടഞ്ഞു കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ഉപ്പുവെള്ളമൊക്കെ കുടഞ്ഞു കൊടുത്തുങ്ങാണ്ട് ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ചക്കപ്പൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചക്കപ്പൊരി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ രാവിലെ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇതാക്കുന്ന ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതാക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ചട്ടി ആരും നോക്കണ്ട കേട്ടോ, നമ്മൾ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഏകദേശം ഒരേപോലത്തെ ചട്ടിയിലാണ്. അങ്ങനത്തെ 2 ചട്ടി ഉണ്ട് നമുക്ക്. അപ്പോൾ ആ 2 ചട്ടി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചക്കക്കൂട്ടാനും ഇതേപോലത്തെ ചട്ടി തന്നെയാണ് നമുക്ക് ഉള്ളത്. അതേമാതിരി തന്നെ ഇതാക്കുന്ന നമ്മൾ അച്ചാർ ഇടുന്നതും ഇതുപോലത്തെ ചട്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് 2 ചട്ടി ഇങ്ങനെ ഓഫറിൽ കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അത് രണ്ടും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. രണ്ടും നമുക്ക് നല്ല അത്യാവശ്യം പാകത്തെ ചട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അച്ചാർ ഇടുന്നത് മാങ്ങയും ചെമ്മീനുമാണ് കേട്ടോ. നമ്മൾ അച്ചാർ ഇടുന്നത് നല്ല കോമാങ്ങയും അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ ഇത്. അതുമാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇടുന്നത്. അങ്ങനെ അതാ ഇനി നമ്മൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. ഇതാണ് നമ്മളെ മാങ്ങ, കോമാങ്ങയാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കോമാങ്ങയാണ് ഇങ്ങനെ ഇടാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ കോമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാക്കണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതാക്കണ അച്ചാറും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാറും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. മാങ്ങ നമ്മൾ ഉപ്പ് ഇട്ടുകാണ്ട് വെച്ച മാങ്ങയാണ് കേട്ടോ. മാങ്ങ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ടുകാണ്ടാണ് കേട്ടോ മാങ്ങ വെച്ചിട്ടുള്ളത്. ഇപ്പം ദാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെമ്മീൻ മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണേ. കോമാങ്ങ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ അച്ചാറിടാൻ കോമാങ്ങയാണ് കേട്ടോ നല്ലത്. കോമാങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇത് കഷ്ണങ്ങൾ നുറുക്കി വെച്ചതിന് ശേഷം ഉപ്പിട്ടുങ്ങാണ്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മാങ്ങ. അപ്പം പിന്നെ നമ്മൾ അധികം ഉപ്പൊന്നും ഇനി ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാക്കണ് പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കി അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പം ഇനി ഇതാക്കണത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഇടാൻ പോകുന്നത്, അതായത് നമ്മളെ ചെമ്മീൻ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഉലുവയും കടുകും പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇതാക്കണത് ചെമ്മീൻ്റെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാക്കണം ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമുക്ക് ഉലുവയും കടുകും പൊടിച്ചിട്ടുള്ളതുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാക്കണം ഏകദേശം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അച്ചാറിട്ടത് നമുക്ക് എപ്പോഴും കഴിക്കാം. അതായത് നമുക്ക് ചോർക്ക് വേറെ ഒന്നും വേണമെന്നില്ല, ചെമ്മീനും കൂടി ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ കഴിയൂട്ടോ. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും അച്ചാറിടുമ്പോൾ ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് കമൻറ്റ് അയക്കണേ എങ്ങനെയുണ്ട് അച്ചാർ ഇട്ടിട്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ആട്ടോ, അടിപൊളിയാണ്. നമ്മൾ ചെമ്മീൻ ഒറ്റക്ക് ഇടുന്നില്ലാതെ നല്ലത് ഇങ്ങനെ മാങ്ങയും കൂട്ടിയിട്ട് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ. മാങ്ങൻ്റെ ഒരു പുളിയും പിന്നെ അതുപോലെ ചെമ്മീൻ്റെ ഒരു ചോയും നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചോറ്ക്ക് നമുക്ക് വേറെ ഒരു കറി വേണമെന്നില്ല, അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമില്ലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് കുപ്പിക്കാക്കിയിട്ട് വെക്കട്ടെ, ഒരു ഭരണിക്കാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളെ ചക്ക കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ നമ്മളെ അച്ചാർ കഴിച്ച് നോക്കിയാലോ, നല്ല പൊള്ളിയേക്കാരം, നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ കുറച്ച് അച്ചാറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. നമുക്ക് സാധാ അച്ചാറാണെങ്കിൽ ഇത്ര രസം ഉണ്ടാവില്ല നമ്മളെ ചക്കയ്ക്കൊക്കെ, പക്ഷെ ഇത് ചെമ്മീനും കൂടി ഇട്ടിട്ടില്ലല്ലേ, അപ്പോൾ കഴിച്ചു നോക്കാൻ ഒരു ആഗ്രഹം, അതുകൊണ്ടാണ് ഇതിക്ക് ചക്കയ്ക്ക് എടുത്തിട്ടുള്ളത്, ചക്ക കൂട്ടാനക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. വെറും മാങ്ങ അച്ചാറാണെങ്കിൽ അങ്ങനെ കഴിക്കൂല, കാരണം മാങ്ങന്റെ പുളിയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇതിൽ ചെമ്മീനും കൂടി ഇട്ടുകൊണ്ടേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും
ചക്കക്കൂട്ടാനും കഴിച്ചോക്കട്ടെ കേട്ടോ. അച്ചാറും ചക്കക്കൂട്ടാനും പിന്നെ കുറച്ചൊരു കോഴിക്കറി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒക്കെ പാടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.